എം കെ ഷുക്കൂർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷുക്കൂർ, ഇപ്പോഴും സ്കൂളിന്റെ ബൈലോ അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ മാത്രം സ്കൂളിൽ തുടർന്നാൽ മതി എന്നുള്ള നിലപാട് ആവർത്തിക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റ്. ആ കുട്ടിയുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. എന്താണ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും തീരുമാനം? ആ സ്കൂളിൽ തുടരുമോ? അമൃത, വിദ്യാഭ്യാസ മന്ത്രി വളരെ കൃത്യമായി തന്നെ ഈ കുട്ടിക്ക് ഹിജാബ് ധരിച്ച് ആ സ്കൂളിൽ പഠിക്കാനുള്ള അവസരമൊരുക്കണം. അത് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. മറ്റ് നിയമങ്ങളെല്ലാം തന്നെ ആ അർത്ഥത്തിൽ കുട്ടിക്ക് അനുകൂലമാണ് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും സ്കൂൾ മാനേജ്മെന്റ് ഒരു തരത്തിലും വഴങ്ങാൻ തയ്യാറല്ല. സ്കൂളിന്റെ നിയമാവലിയിൽ ഹിജാബ് അനുവദനീയമല്ല. അതുകൊണ്ട് ഹിജാബ് ഒഴിവാക്കി വന്നാൽ മാത്രമേ ഈ കുട്ടിയെ അവിടെ പഠിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നൊരു കടുത്ത നിലപാട് സ്കൂൾ മാനേജ്മെന്റ് തുടരുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ പഠിക്കാൻ ഉള്ളൊരു അവസരമില്ല. ഇത് കൂടുതൽ സാമൂഹ്യ സംഘർഷങ്ങൾക്ക് കാരണമാകുന്നു എന്നൊരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് TC വാങ്ങി മറ്റൊരു സ്കൂളിൽ പഠിക്കാൻ ഈ കുട്ടി തീരുമാനിക്കുന്നത്. അതാണ് ആ കുട്ടിയുടെ പിതാവ് അല്പം മുമ്പ് അഭിഭാഷകനൊപ്പം വാർത്താ സമ്മേളനം നടത്തി പറയുകയും ചെയ്തത്. എന്നാൽ സ്കൂളിൽ പോയി ഇനി അവരോട് സംസാരിക്കാനും തയ്യാറല്ല. കാരണം അവിടെ പോകുമ്പോൾ മറ്റേതെങ്കിലും സംഘർഷമുണ്ടാകുമോ എന്നവർ ഭയപ്പെടുന്നു. മാത്രമല്ല, ഹിജാബ് ഒഴിവാക്കി അവിടെ തന്നെ പഠിക്കാനുള്ള ഒരു സമ്മർദ്ദം രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് തങ്ങളുടെ മേൽ ഉണ്ടാകുന്നു എന്നവർ തുറന്നു പറയുന്നുണ്ട്. അത്തരമൊരു സമ്മർദ്ദം തങ്ങൾക്ക് താങ്ങാനാകുന്നില്ല. കുട്ടിക്ക് അസുഖമുണ്ടാകുന്നു. അതുകൊണ്ട് ഇനി അവിടെ പഠിക്കുന്നില്ല എന്നൊരു തീരുമാനം അവർ എടുക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അനസിന്റെ അഭിഭാഷകൻ, അതായത് ഈ കുട്ടിയുടെ പിതാവിന്റെ അഭിഭാഷകൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ കുട്ടിയുടെ ഹിജാബും അതുപോലെ തന്നെ അവരുടെ മതവിശ്വാസവും നമ്മുടെ മതേതര സങ്കല്പത്തിന് പുറത്താണോ എന്നൊരു ചോദ്യം അവർ സ്കൂൾ മാനേജ്മെന്റിനോട് ചോദിക്കുന്നുണ്ട്. എന്തായാലും സ്കൂൾ പ്രിൻസിപ്പൽ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഹിജാബ് ഒഴിവാക്കി സ്കൂളിന്റെ നിയമാവലി പ്രകാരമുള്ള യൂണിഫോം ധരിച്ചു വന്നാൽ ഇവിടെ പ്രവേശിക്കാം, പഴയതുപോലെ പഠിക്കാം എന്നൊരു കാര്യമാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ രക്ഷിതാവിനും ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥിക്കുമെതിരെ വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ മറ്റും പ്രചരണം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു ടെലിവിഷൻ ചാനലിലും സമാനമായ രീതിയിലുള്ള പ്രചാരണം നടന്നു. അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഈ കുട്ടിയുടെ പിതാവിന്റെ അഭിഭാഷകൻ അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു. ശരി, എം കെ ഷുക്കൂറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.